മറ്റ് പാർട്ടികളിൽ നിന്ന് പുറന്തള്ളുന്ന പാഴ്വസ്തുക്കളെ കോൺഗ്രസിന് വേണ്ടെന്ന് കോൺഗ്രസ് പ്രാദേശിക നേതൃത്വം അറിയിച്ചു. കോൺഗ്രസിന്റെ സീറ്റാണ്. ആ കോൺഗ്രസിന്റെ കൈപ്പറ്റി അടയാളത്തിൽ മത്സരിക്കാൻ ചെറുപ്പക്കാരുണ്ട്. അതുപോലെ തന്നെ കഴിഞ്ഞ പഞ്ചായത്ത് ഇലക്ഷനിൽ വെറും തൃത്താല പഞ്ചായത്ത് ഇലക്ഷൻ 4700 വോട്ടിന്റെ വ്യത്യാസമാണ് ഇപ്പോൾ നിലവിലുള്ളത്. അപ്പോൾ ഇവിടെ ഒരു ജയസാധ്യത, ഇപ്പോൾ ഇതിന്റെ സർവേകളൊക്കെ നടന്നതിൽ ഏറ്റവും ജയസാധ്യതയുള്ള മണ്ഡലം കൂടിയാണ് ഈ ഗീഡഗോപി അല്ലെങ്കിൽ നമ്മുടെ ഗീഡഗോപി മത്സരിച്ചാലും മുകുന്ദ മത്സരിച്ചാലും ഞങ്ങളുടെ ഓപ്പോസിറ്റ് മത്സരം ജയിക്കാനുള്ള സമയമാണുള്ളപ്പോൾ അവിടെ നിന്ന് പുറന്തള്ളുന്ന ആളുകൾ എടുക്കേണ്ട കാര്യമില്ല എന്നാണ് ഞങ്ങൾക്ക് പറയുന്നത്. CC മുകുന്ദനെ സ്ഥാനാർത്ഥിയായി UDF പരിഗണിക്കുന്നതിനെതിരെയാണ് KPCC വിചാർ വിഭാഗം താന്യം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയും പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. താന്യം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ആൻഡോ തൊറയൻ, ഷൈൻ നാട്ടിക എന്നിവരാണ് പ്രസ്താവനയുമായി രംഗത്തെത്തിയത്. ആ പ്രഖ്യാപിക്കുന്നത് വരെ തിരുത്തലാവാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്. തിരുത്താൻ ഞങ്ങൾ ഹൈക്കമാൻഡ് അല്ലെങ്കിൽ പാർട്ടിയോട് ഞങ്ങൾ പറയുകയാണ്. വെറും ഒരു പ്രതിഷേധം അറിയിക്കൽ മാത്രമാണ്. വെറും ഒരു പ്രതിഷേധമില്ല, ഇതിൽ മാറ്റം ഉണ്ടാകുന്നതാണ് ഞങ്ങളുടെ പ്രതീക്ഷ. അല്ല, ഈ മുകളിൽ നിന്നെല്ലാം തീരുമാനമായിട്ടുണ്ട് എന്ന സ്ഥലത്തിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾ എല്ലാം കഴിഞ്ഞ അവസാനം ഒരു പ്രതിഷേധം അറിയിക്കും, അതിനുശേഷം ഞങ്ങൾ തീരുമാനം അറിയിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ? അതെ, ഞങ്ങൾ നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരുപാട് ചെറുപ്പക്കാർ ഈ സംവരണ മണ്ഡലമായതുകൊണ്ട് കുറച്ച് നാളുകളായിട്ട് 15 കൊല്ലമായിട്ട് വർക്ക് ചെയ്യുന്നവരുണ്ട്, 5 കൊല്ലമായിട്ട് വർക്ക് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഈ ഒരു മത്സരം ഈ വരുന്ന ഈ ഒരു നിയമസഭ ഇലക്ഷൻ ഇത് രണ്ട് ടേമുള്ളൂ. ഇനി 25 കൊല്ലമാണ് ഇതിന്റെ സംവരണം. അപ്പോൾ ആ ഒരു ടൈം കൂടിയാണ് ഈ സംവരണ മണ്ഡലത്തിൽ നിലനിൽക്കുള്ളൂ. അപ്പോൾ ആ രീതിയിലുള്ള അവർക്ക് മത്സരിക്കാനുള്ള ഒരു വേദിയും കൂടിയാണ് ഇത് നഷ്ടപ്പെടുന്നത്. അപ്പോൾ അതിനെ ഇല്ലായ്മ ചെയ്യാതിരിക്കാൻ ഒരു തിരുത്തലായിട്ട് നിൽക്കാനാണ് ഞങ്ങൾ നിൽക്കുന്നത്.